നം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറയും, ചില കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയും. ഈ രണ്ട് സമയത്തും പരിശോധിക്കേണ്ടത് നമ്മളെയാണ്. കാരണം എന്താണ്? കാരണം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടത് മനസ്സിലായില്ല എന്ന് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കൂടെ ഇരുന്ന് ഒരുമിച്ച് വീണ്ടും വീണ്ടും ഈ ഡിസ്കഷൻ പോസിബിളാണ്. എന്നതുപോലെ ഇപ്പം ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോണ്, ഓക്കെ, അപ്പോഴും നമ്മൾ പരിശോധിക്കണം. ശരിക്കും ഇതെൻ്റെ അനുഭവത്തിൽ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചോ? അതോ ഞാൻ ഈ കേട്ട കാര്യങ്ങൾ മുമ്പ് എവിടെയോ കേട്ടതുമായിട്ട് ബന്ധപ്പെടുത്തിയോ, അതോ ഞാനുമായിട്ട് ബന്ധപ്പെടുത്തിയോ? എൻ്റെ ജീവിതവുമായിട്ട് അതിന് ഞാൻ കണക്ഷൻ കൊണ്ടുവന്നോ? അതോ ഇത് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ അത് ഹോളി ബൈബിളിലുള്ളതാണ്, അല്ലെങ്കിൽ ഖുർആനിലുള്ളതാണ്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ ലൈബ്രറിയിൽ എൻ്റെ മെമ്മറിയിലുള്ളതാണ്, അങ്ങനെയാണോ? അതോ എന്നെ പരിശോധിച്ച് ഞാനത് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ഒരു മനുഷ്യൻ സംസാരിക്കില്ലേ, ഇത്രയുള്ള കാര്യം. അല്ല, നമ്മൾ പെട്ടെന്ന് കാടടച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പതുക്കെ പതുക്കെ ക്ഷീണം വരും. കാരണം നമ്മളെ ശ്രദ്ധിക്കണില്ലല്ലോ, മനസ്സിലായില്ല. അപ്പം എന്നിട്ട് നമ്മളെ വിചാരം നമുക്ക് എന്തോ കിട്ടിയെന്നാ, ഒന്നും കിട്ടാൻ പോണില്ല, പണിയേ കിട്ടും.